അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് എന്നാൽ നോർമലിയുള്ള സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡല്ല. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു മെത്തേഡ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡെലിവറി ക്വാണ്ടിറ്റി കൂടുതൽ, അതായത് നല്ല അപ്കമിങ് ആയിട്ട് നല്ല മൊമെൻറ്റം കണ്ടുവരുന്ന സ്റ്റോക്കുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു യുണീക്കായിട്ടുള്ള മെത്തേഡാണ്, നല്ല രീതിയിൽ മാർക്കറ്റിൽ വർക്ക് ആവുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പുറകോട്ട് പോവുക, റീക്യാപ്പ് ചെയ്യുക, വീണ്ടും കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് മൊത്തമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ബിഗിനേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ എക്സലിലൊരു നോളജുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഓഫീസിലൊക്കെ എക്സലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എക്സൽ ചെറിയ രീതിയിൽ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്കുകൾ തലേ ദിവസം സോർട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ആ മെത്തേഡ് ഞാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെയുള്ള യൂണീക്കായിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡുകളൊക്കെ നമ്മുടെ ഈ ചാനലിലാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ ഇതൊക്കെ പെയ്ഡ് കണ്ടൻറ്റുകളാണ്. അതാണ് നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനും ബിഗിനേഴ്സിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ തുടക്കക്കാർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മെത്തേഡുകളാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ദീർഘിപ്പിക്കേണ്ട, നേരെ നമുക്ക് എന്താണ് ഈ മെത്തേഡ് നോക്കാം, പഠിക്കാം. ഒരു ബുക്കും പേനയും എടുത്ത് തൊട്ടടുത്ത് വയ്ക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇതിലേക്ക് പോവാം. നമ്മൾ അതിനായിട്ട് സ്റ്റോക്ക് നമ്മുടെ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എഡ്ജ് പ്ലാറ്റ്ഫോം ആട്ടോ. ഇത് സ്റ്റോക്ക് എഡ്ജിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു പ്രീമിയം വെർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വെർഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റോക്കുകളുടെ നമ്മുടെ എന്താ പറയുക മൊമെൻ്റുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനുള്ള സ്റ്റോക്ക് തരം തിരിച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആ മെത്തേഡ് നമുക്ക് പഠിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കുകൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് ടെക്നിക്കൽ അനാലിസിസുകൾ ചെയ്യേണ്ടതുണ്ട്. അതും എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നല്ല മൊമെൻറ്റം തരാൻ ചാൻസ് ഉള്ള ഒരു 80 to 85% സ്റ്റോക്കുകൾ മിക്കത് മുകളിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ചെടുക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ അതിലൊരു എക്സ്പെർട്ട് ലെവലെത്തും. ഓക്കെ, മാക്സിമം വീഡിയോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടെ ഒരു ബുക്കും പേനയും പേപ്പറും എടുത്ത്, വീണ്ടും ഞാൻ പറയുന്നത് ബുക്കും പേനയും പേപ്പറും കയ്യിലെടുത്ത് വെച്ചിട്ട് മാത്രം വീഡിയോ തുറന്ന് കാണുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, സ്റ്റോക്ക് എഡ്ജ് പ്ലാറ്റ്ഫോം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് എഡ്ജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഒരു പ്രീമിയം വെർഷനാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ അനലൈസ് എന്നൊരു ഭാഗം കണ്ടത്, ഇവിടെ ഒരു അനലൈസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ റൈറ്റ് സൈഡിൽ അനലിറ്റിക്സ് ഹോം, അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനാണ് സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇതിൽ വരും. ഇതിൽ പ്രൈസ് ബേസ്ഡ് സ്കാൻ ചെയ്യാം, വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ ചെയ്യാം, ടെക്നിക്കൽ സ്കാൻ ചെയ്യാം, ഫണ്ടമെൻ്റൽ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, അങ്ങനെ ഒത്തിരി സ്കാനുകളുണ്ട്. നമ്മളതിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ഡെലിവറി ക്വാണ്ടിറ്റി ബേസ്ഡുള്ള സ്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ വോളിയം ആൻഡ് ഡെലിവറി സ്കാനിൽ അവിടെ ക്ലിക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, ഹയർ ഡെലിവറി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറേ സ്റ്റോക്കുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കുറേ സ്റ്റോക്കുകൾ, എല്ലാ സ്റ്റോക്കുകളും നമുക്കിതിൽ വേണ്ട കേട്ടോ. ഇതിൽ കുറേ JBM ഓട്ടോ, എയറിസ് ലൈഫ് സയൻസ്, BEML, ഹിന്ദുസ്ഥാൻ കോപ്പർ, അങ്ങനെ കുറേ സ്റ്റോക്കുകൾ ഇതിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന NSE ആണ്. ഡെലിവറി ക്വാണ്ടിറ്റി 25x ഡെലിവറി ക്വാണ്ടിറ്റി കൂടി വന്ന സ്റ്റോക്കായത്. ആവറേജ് ക്വാണ്ടിറ്റി നമുക്കിവിടെ അറിയാൻ പറ്റും, 1,02,514. ക്ലോസ് പ്രൈസ് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ ചേഞ്ച് പേഴ്സൺ, എത്ര ശതമാനം ചേഞ്ചാണ് ഈ സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ വരുത്തിയത് എന്ന ഡീറ്റെയിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് നേരിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കുറേ മേജർ സ്റ്റോക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് എന്താണ്, ഇത്രയും സ്റ്റോക്കുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അൺടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റോക്കുകൾ. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഈ സ്റ്റോക്കുകൾ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ക്യാപിറ്റലിനെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കുകൾ നമുക്ക് 1000 ക്വാണ്ടിറ്റി ടു 10,000 ക്വാണ്ടിറ്റി ടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 10,000 ക്വാണ്ടിറ്റി എബോ സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അപ്ലൈ കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അതിന് ഒരു കാര്യം കൊണ്ട് നമ്മളതിൽ സോർട്ട് ചെയ്യണം. ബൈ പ്രൈസ് ഒരു 100 എബോ ഉള്ള സ്റ്റോക്കുകൾ, 100 എബോ 100 to 1000 എബോ ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്ര സ്റ്റോക്കുകളിൽ ഫിൽറ്റർ ചെയ്ത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതങ്ങ് ഈ ഡാറ്റ ഇങ്ങ് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു,
ആർ യു ഷുവർ ടു ഡൗൺലോഡ് എന്ന് ചോദിക്കുന്നു, യെസ് കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റയും കൂടി ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സൽ ഒരു CSV ഫോർമാറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. എക്സലിൽ ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഹയർ ഡെലിവറി ക്വാണ്ടിറ്റി കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കിടന്ന സ്റ്റോക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് തരംതിരിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം സ്റ്റോക്കുകളാണ് നമുക്ക് ലിസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത്തരം സ്റ്റോക്കുകളൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇത്ര സ്റ്റോക്കുകളൊന്നും ട്രേഡ് ചെയ്യുകയും വേണ്ട. ഞാനിതിൽ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകൾ, എക്സലിൽ ഇത് സോർട്ട് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ എക്സലിൽ ഈ ഡാറ്റ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. നമുക്ക് ഇനി വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്യണം. ഈ മുകളിലുള്ള ഈ ഡെലിവറി ക്വാണ്ടിറ്റി ഒരു ടൈറ്റിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു എക്സ്ചേഞ്ച് സെക്ടർ ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇതൊന്നും നമുക്ക് വേണ്ട. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു സിമ്പൽ കണ്ടോ, ഈ ഒരു സിമ്പൽ അതും നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, Ctrl+Shift+L ഞെക്കുക. സോറി, ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ഞെക്കുക കേട്ടോ. അത് Ctrl+Shift+L ഞെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഡെലിവറി പേഴ്സണ് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മളിവിടെ സോർട്ട് ചെയ്യാൻ പോവാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ടൈംസ് ഡെലിവറി, അല്ലെങ്കിൽ 6 ടൈംസ് ഡെലിവറി പേഴ്സൻറ്റ് കൂടി വന്ന സ്റ്റോക്കുകൾ മാത്രം നമ്മളിൽ വന്നാൽ മതി. അത് സോർട്ട് ചെയ്തു. സോറി, 5 ടൈംസ് മതി കേട്ടോ. 5 ടൈംസ്, 6 എന്ന് പറയുമ്പോൾ ഒത്തിരി സ്റ്റോക്കുകൾ കുറഞ്ഞു, നമുക്ക് 5 ടൈംസ് മതി. ഓക്കെ, ഇത്ര സ്റ്റോക്കുകൾ നമുക്ക് കിട്ടി. അതിനുശേഷം ക്ലോസ് പ്രൈസ് നമ്മളിവിടെ ഓൾറെഡി കൊടുത്തു. ക്ലോസ് പ്രൈസ് ഇപ്പോൾ 100 നമ്മൾ ഓൾറെഡി സോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെലിവറി ടൈംസ് ഗ്രേറ്റർ ദാൻ, ഡെലിവറി ടൈംസ് നമുക്കൊരു ഇത് കൊടുക്കാം. ഡെലിവറി ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10,000 എബോളുള്ള ക്വാണ്ടിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രം നമുക്ക് ഇതിൽ വന്നാൽ മതി. ഓക്കെ, ഇനി ആവറേജ് ഡെലിവറി ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 ടൈംസ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്, 3-4 സ്റ്റോക്കുകളാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. 3-4 സ്റ്റോക്കുകൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ എല്ലാ ഡെലിവറി ക്വാണ്ടിറ്റി കൂടി വന്നതും, അതുപോലെ ഡെലിവറി ടൈംസ് കൂടി വന്നതും, അതുപോലെ തന്നെ പേഴ്സൻ്റ് ചേഞ്ച്, കഴിഞ്ഞ വീക്കിൽ പേഴ്സൻ്റ് ചേഞ്ച് കൂടി വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ക്ലോസ് പ്രൈസ് നോക്കുമ്പോൾ കാണാം, എല്ലാം 100 രൂപ എബോവുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ, 100 രൂപയ്ക്ക് എബോവ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്കുകളും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ തലേ ദിവസം ഞാനിത് എന്ത് ചെയ്യും, ഇങ്ങനെ സോർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റോക്കുകളും നമുക്ക് എന്ത് ചെയ്യും, ചാർട്ടിലേക്ക് ആഡ് ചെയ്യണം. ചാർട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റോക്ക് ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റോക്ക് JBM ഓട്ടോ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡെലിവറി പേഴ്സൻ്റ് ക്വാണ്ടിറ്റിയിൽ കൂടി വന്നിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനകത്തേക്ക് നമുക്കൊരു മൂവിങ് ആവറേജ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്ററിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൂവിങ് ആവറേജ് റിബൺ അടിക്കുക. മൂവിങ് ആവറേജ് ആണ്, ഇത് രണ്ടാമത്തെ കണ്ടോ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒറ്റ ഇൻഡിക്കേറ്റർ തന്നെ 4 മൂവിങ് ആവറേജ് കിട്ടും കേട്ടോ. അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരേ മൂവിങ് ആവറേജ് ആയിട്ട് ആഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ സംഭവിക്കുന്നത് എന്താ, ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പെയ്ഡ് വെർഷനിൽ മാത്രമേ ഇത്രയധികം ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂവിങ് ആവറേജ് റിബൺ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു, 4 മൂവിങ് ആവറേജ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. 4 മൂവിങ് ആവറേജ് നമുക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓരോ സ്റ്റോക്കുകളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഈ സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, അപ് ട്രെൻഡിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. മൂവിങ് ആവറേജ് എന്താണ്, 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ സ്റ്റോക്കുകൾ വരുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു തരത്തിലൂടെ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ചെറിയ സ്റ്റോക്കുകൾ, നിങ്ങൾക്ക് കുറച്ച് പെന്നി സ്റ്റോക്കുകളൊക്കെ താല്പര്യമുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡാറ്റ ഒന്ന് ഇത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അവിടെ ഒന്നുകൂടി വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ 100 crore കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതും കൂടി നമുക്ക് അങ്ങ് പഠിച്ചു പോകാം ഈ കൂട്ടത്തിൽ കൂടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് അപ്ലൈ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, അപ്ലൈ കൊടുത്തു. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഈ ഡൗൺലോഡിൻ്റെ അവിടെ ഈ ഒരു സെക്കൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ചോദിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യെസ് കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്യാം, കുറച്ച് ടൈം എടുക്കും ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാനായിട്ട്. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യണം കേട്ടോ. കുറച്ചുകൂടി അധികം സ്റ്റോക്കുകൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് പഠിക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊണ്ട് ടിക്ക് ചെയ്തത് കേട്ടോ. എക്സൽ നമ്മൾ ഓപ്പൺ ആവട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, എക്സൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാത്ത ഈ ഡാറ്റകളൊക്കെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സിമ്പിൾ വേണ്ട, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് കിടക്കുന്നുണ്ട്, അത് നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ഇത് കൊടുക്കുക.
ഡെലിവറി പേഴ്സൺ എന്ത് ചെയ്യുക, ഒരു 5% എബവ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5% കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്ലോസ് പ്രൈസ് എവിടെ കൊടുക്കുക, എബവ് 100 ഉള്ള സ്റ്റോക്കുകൾ മാത്രം കൊടുക്കുക. ഓക്കെ, കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡെലിവറി ടൈംസിന് ഇവിടെ വരിക, നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് ചെയ്യുക 5 ടൈംസ് കൊടുക്കുക. കൊടുത്തു. അതിനുശേഷം ഡെലിവറി ടൈംസ് കൊടുത്ത് ഡെലിവറി ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് ചെയ്യുക 10,000 കൊടുക്കുക. ഇത്ര സ്റ്റോക്കുകൾ വന്നു കേട്ടോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ചെറിയ സ്റ്റോക്കുകളോട് നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാം കേട്ടോ. നമുക്ക് 10,000 പോലുള്ള സ്റ്റോക്കുകൾ വേണ്ട, നല്ല മൂവ്മെൻറ്റ് വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ചിലപ്പോൾ സ്മോൾ ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് നല്ല മൂവ്മെൻറ്റുകൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് രണ്ടാമത് കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഓരോ സ്റ്റോക്കുകളും നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിൽ ആഡ് ചെയ്യാം കേട്ടോ. ചാർട്ടിൽ ആഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചാർട്ടിൽ നമ്മൾ മൂവിങ് ആവറേജ് റിബൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മൂവിങ് ആവറേജ് റിബണിൽ ഞാനൊന്ന് പറഞ്ഞുതരാം ഇതെന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. മൂവിങ് ആവറേജ് റിബണിൽ ഓൾറെഡി കിടക്കുന്നത് എന്താണ്, ഇൻപുട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം 20, 50, 100, 200 EMAs ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളെല്ലാം 200 മൂവിങ് ആവറേജിൻ്റെ എബവ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം. അതുപോലെ 100 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം, 50 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം, 20 മൂവിങ് ആവറേജിന് അപ്പോൾ കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ക്രൈറ്റീരിയയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ക്ലോസ് പ്രൈസ് 20 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കണ്ടീഷനാണ്. ഇൻ കേസ് അത് 200ൻ്റെ മുകളിൽ കയറുവാണെങ്കിലോ ഒരു മീഡിയം കണ്ടീഷനാണ്. 50യുടെ മുകളിൽ കയറുകയാണെങ്കിലോ അതും ഒരു മീഡിയം കണ്ടീഷനാണ്. ഒരു ഷോർട്ട് ടൈം മൊമെൻറ്റം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് എപ്പോഴും 20യുടെ മുകളിൽ കയറി സ്റ്റോക്ക് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മൊമെൻറ്റം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്കിലായിട്ട് അനലൈസ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മളെല്ലാ മൂവിങ് ആവറേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എല്ലാ മൂവിങ് ആവറേജും ഇതിൻ്റെ അകത്ത് വന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലംബോദര ടെക്സ്റ്റൈൽസ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കമ്പനി കേട്ടോ. ലംബോദര ടെക്സ്റ്റൈൽസ് എന്താ സംഭവിച്ചേ, ഒരു കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിട്ടുള്ള സ്റ്റോക്ക് കേട്ടത്. കാരണം ഈ സ്റ്റോക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഈ സ്റ്റോക്ക് നമുക്ക് വേണ്ട. ഇത് ലംബോദര ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി നമുക്കിപ്പോൾ ഇതിലൊരു സൈഡ് വേസ് ആണ്, ഇത് 200 മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ശ്രീ വെങ്കടേഷ് റിഫൈനറീസ് അടുത്ത സ്റ്റോക്ക് എടുക്കാം. ഇതൊക്കെ ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാട്ടോ ഇത്. ശ്രീ വെങ്കടേശ്വര റിഫൈനറീസ് ലിമിറ്റഡ്. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്, ഇത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ എന്താണ്, കഴിഞ്ഞ ദിവസം നല്ലൊരു വോളിയം ഇതിനകത്ത് ഡെലിവറി ക്വാണ്ടിറ്റി നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം കണ്ടോ, ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വോളിയം ബിൽഡപ്പ് നടക്കുന്നതായിട്ട് കാണാം നമുക്ക് കണ്ടോ, നല്ല രീതിയിൽ വോളിയം ബിൽഡപ്പ്. അതുപോലെ തന്നെ സ്റ്റോക്ക് കണ്ടോ ഇങ്ങനെ വന്ന് 200 EMAനെ ടച്ച് ചെയ്ത് വീണ്ടും സ്റ്റോക്ക് എന്ത് ചെയ്ത് മുകളിലേക്ക് ഒരു അപ് ട്രെൻഡ് റാലി നടത്താനായിട്ട് എന്ത് ചെയ്യാണ്, തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലംബോദര ടെക്സ്റ്റൈൽസ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ കാരണം ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഡേ ടൈം ഫ്രെയിം എടുത്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, വീക്ക് ടൈം ഫ്രെയിമിൽ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഈ സ്റ്റോക്കിൻ്റെ ഓവറോൾ കണ്ടാം ഓവറായിട്ട് ട്രെൻഡ് നമുക്കിവിടെ മനസ്സിലാവും. ഈ സ്റ്റോക്ക് ഒരു എന്താ പറയുക, ഒരു ഹയർ ഹൈ ഫോർമേഷനിലാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകണേ കണ്ടോ. ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ ലൈറ്റായിട്ട് ഇതിൻ്റെ വേണമെങ്കിൽ ഒരു എന്ത് ചെയ്യുക, ഫണ്ടമെൻ്റലും കൂടി ചെക്ക് ചെയ്തേ കേട്ടോ. നിങ്ങളൊരു ഇതാണെങ്കിൽ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടുള്ള ഈ സ്റ്റോക്ക് ഏകദേശം ഒരു 1 ഇയറിൻ്റെ അടുത്ത് ആയിട്ടുള്ള ഈ സ്റ്റോക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഈ സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത് IPO വന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് അപ് ട്രെൻഡ് അടിച്ചിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ സ്റ്റോക്ക് നമ്മുടെ കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഔട്ട് ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം. ഈ സ്റ്റോക്കിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലാണ്, ഈ ഒരു ലെവൽ ഇതിൻ്റെ എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ്. ഈ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് കണ്ടോ, ഇവിടെ നിന്ന് വന്നു, ഇവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടോ ഈ ഏരിയയിൽ വന്നു ടച്ച് ചെയ്തു, വീണ്ടും ഒന്ന് റീടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് കയറി നല്ലൊരു ഡെലിവറി ക്വാണ്ടിറ്റി ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ വന്നൊരു സ്റ്റോക്കാണ് ഈ പറഞ്ഞ ശ്രീ വെങ്കടേശ്വര റിഫൈനറീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റാലിറ്റി കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഇത് ബൈങ് സെൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, ജസ്റ്റ് ഫോർ എൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ 2 വോളിയം ബേസ്ഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണുള്ളത്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ട്രേഡിംഗ് വ്യൂവിൽ ആ മെത്തേഡ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഞാൻ സ്റ്റോക്ക് എഡ്ജ് വഴി കണ്ടുപിടിക്കുന്നത്. ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ അപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഓൾറെഡി ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നല്ലൊരു വോളിയത്തോടുകൂടി നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത നമുക്ക് സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് എങ്ങനെയാണ്, JBM ഓട്ടോ ലിമിറ്റഡ്. നമ്മൾ മറ്റേ ഓൾറെഡി എടുത്ത സ്റ്റോക്കാണ് ഇത്. ഇപ്പോൾ ഇത് വേണ്ട, തെമിസ് മെഡിക്കെയർ എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക് നമുക്ക് എടുത്ത് നോക്കാം. ഇതിൻ്റെ ചാർട്ടിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. സോറി, അതിനും ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടേ. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ശ്രീ വെങ്കടേശ്വര റിഫൈനറീസ്. എവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കേണ്ടതാ, തെമിസ് മെഡിക്കെയർ. ഓക്കെ, അത് നമ്മളെടുത്തു. അതിലെന്താ സംഭവിക്കണം നോക്കൂ. ഇതൊരു ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്, നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല കണ്ടില്ലേ.
ഇത് എന്തുകൊണ്ട് ഡൗൺ ട്രെൻഡായി ഈ സ്റ്റോക്ക്? ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്ത് ഇപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് ഇല്ലാണ്ട് നമ്മൾ ഈ സ്റ്റോക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഒന്നും തന്നെ മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ പലരും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കും, ഇനി ഇത് കയറുമെന്ന് വിചാരിച്ചിരിക്കും. ഈ സ്റ്റോക്ക് കയറുന്ന ഒരു ഉറപ്പ് നമുക്കില്ല. ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നിർണ്ണയിക്കുന്നത് എന്താണ്? ഒരു സ്റ്റോക്ക് 200 EMAയുടെ മുകളിലേക്ക് ക്ലോസ് പ്രൈസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു 150, 100 EMA, 50 EMA, 20 EMAയുടെ ഒക്കെ മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം നമ്മൾ എന്ത് ചെയ്യുന്നത് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. 200 EMAയുടെ മുകളിലേക്ക് ക്രൈസ് ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് കടന്നു. പിന്നെ 50 EMAയുടെ മുകളിലേക്ക് പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്? അതൊരു മീഡിയം ടൈം ട്രെൻഡിലേക്ക് കടന്നു. അതിനുശേഷം 20 EMAയുടെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുകയാണ്? ഒരു ഷോർട്ട് ടൈം ട്രെൻഡിലേക്ക് ഈ സ്റ്റോക്ക് കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഒരു ലോങ് ടൈം ട്രെൻഡും അല്ല, മീഡിയം ടൈം ട്രെൻഡും അല്ല, ഷോർട്ട് ടൈം ട്രെൻഡും അല്ലാത്ത ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് വേണോ? വേണ്ട. നമ്മൾ അത്യധികം ലോസിലേക്ക് മാർക്കറ്റിൽ പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണ്? ഒരു ഏറ്റവും ഡൗൺ ട്രെൻഡിൽ കിടക്കുന്ന സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്? ഡൗൺ ട്രെൻഡിൽ പോകുന്നത്. ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന സ്റ്റോക്ക് എന്താണ്? ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എന്താണ്? വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഡൗൺ ട്രെൻഡിലേക്ക് കിടക്കുന്ന സ്റ്റോക്ക് എന്താണ്? വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ് ട്രെൻഡിലേക്ക് കയറി വരണമെങ്കിൽ എന്താണ്? ഒത്തിരി അധികം റെസിസ്റ്റൻസുകൾ ഫേസ് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി മുകളിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? അപ് ട്രെൻഡിലേക്ക് കയറി വരുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മൂവിങ് ആവറേജ് റിബണ്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവഗണിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റോക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി നോക്കാം. ഈ കമ്പനി എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഓക്കെ, ഈ ഒരു കമ്പനി അത്യാവശ്യം വലിയ തിരക്കില്ലാത്തൊരു കമ്പനിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൂവിങ് ആവറേജ് റിബൺ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു കമ്പനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 200 ഡേ മൂവിങ് ആവറേജിൻ്റെ അബവാണ്. അതിനുശേഷം ഈ കമ്പനി എന്താണ്? ഒരു മീഡിയം ടൈം ട്രെൻഡിൽ 50 മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? ഏകദേശം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഈ സ്റ്റോക്ക് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ കമ്പനി ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. മനസ്സിലായി? ഈ ഒരു ഇവിടെ നിന്നൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഏകദേശം ഇവിടെ നിന്ന് കിടത്തി കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയം ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു സ്റ്റോക്കിലെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഏറ്റവും കൂടുതൽ ഒരു ഏരിയയിൽ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീൻ ക്യാനിൽ റെഡ് ക്യാനിനേക്കാളും കൂടുതൽ ഗ്രീൻ ക്യാനിൽ ഹയർ ക്യാനുകൾ വരുന്നുണ്ടോ ഈ സ്റ്റോക്കിൽ? അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ സ്റ്റോക്ക് അങ്ങനെ വന്ന ഏരിയയിൽ സ്റ്റോക്ക് അപ് ട്രെൻഡ് അടിച്ച് കയറി പോകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടക്കുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വോളിയത്തിൻ്റെ മൂവിങ് ആവറേജ് ആഡ് ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് ഈ ഗ്രീൻ വരുന്ന വോളിയം ബാർ പലപ്പോഴായിട്ട് ഈ വോളിയം ബാറിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കാണാം. പലപ്പോഴായിട്ട് നമ്മുടെ മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാം. ഈ ഒരു വോളിയം ബാർ കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വോളിയം ബാർ കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വോളിയം ബാർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 പ്രാവശ്യം കട്ട് ചെയ്തപ്പോഴാണ് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്? ഒരു മാസീവായിട്ടുള്ള റാലി നടത്തിയത്. പിന്നെ നല്ല രീതിയിൽ ഫോളോ ആയി. വീണ്ടും ഇവിടെ വരുമ്പോൾ കണ്ടോ, പല പ്രാവശ്യം മൂവിങ് ആവറേജിനെ കട്ട് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നല്ലൊരു സ്റ്റോക്കാണ്, നല്ല തിരക്കില്ലാത്ത ഫണ്ടമെൻറ്റൽസ് ഉള്ള സ്റ്റോക്കാണ്. നമുക്കിതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റോക്ക് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റോക്ക് ഏതാണ്? പട്ടേൽ കെം സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അതെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ലോസ് പറയാനുള്ള ചാൻസ് വളരെ കുറവാട്ടോ ഗൈസ്. നിങ്ങൾക്ക് വളരെ അടിപൊളി മെത്തേഡ്. ഇതൊരു ചെറിയ സ്റ്റോക്കാണ്. ഇത് നമ്മുടെ മൂവിങ് ആവറേജ് ഒന്നും ആഡ് ചെയ്താൽ ചിലപ്പോൾ 20, 50 ഒക്കെ ആഡ് ചെയ്ത് ഈ ഇടയ്ക്ക് എങ്ങാണ്ടോ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് അവഗണിക്കാം. നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ ഒന്നും നമുക്ക് അറിയില്ല. ഹൈടെക് പൈപ്സ് നമുക്ക് നോക്കാം. എല്ലാം നമുക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു സ്റ്റോക്ക് കിട്ടിയാൽ അത് നല്ല സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ട്രേഡ് ചെയ്യാൻ കേട്ടോ. എല്ലാ സ്റ്റോക്കും കൂടെ എടുത്ത് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യേണ്ട. നല്ല കണ്ടീഷനുള്ള സ്റ്റോക്കുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ടിൽ ആഡ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അത് വരുന്നില്ലല്ലോ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് കയറി വരുന്ന സ്റ്റോക്കാട്ടോ ഇത്. അതേ 200 EMAയുടെ തൊട്ടടുത്താണ് ഇത് ട്രേഡ് കിടക്കുന്നത് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങളൊരു ട്രെക്കിംഗ് കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വരുന്ന സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ 200 EMAയുടെ മുകളിലേക്ക് ഈ സ്റ്റോക്ക് എപ്പോഴെങ്കിലും ക്ലോസ് ചെയ്യും, ഈ സ്റ്റോക്ക് നേരെ താഴേക്ക് വരുവാണോ അതോ മുകളിലേക്ക് വരുവാണോ നിങ്ങൾ നോക്കി. ലാസ്റ്റ് ടൈം ഇത് താഴേന്ന് മുകളിലേക്ക് കട്ട് ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിൽ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു റാലി നടത്തി കണ്ടോ, നല്ല രീതിയിലുള്ള റാലി നടത്തി. ഇത് അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു? ഒരു ഷോർട്ട് ടൈം ഡൗൺ ട്രെൻഡ് വന്നപ്പോൾ ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു? നല്ല രീതിയിൽ താഴെ വന്നു. ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സ്റ്റോക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ കയറി വരാനുള്ള ചാൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? സ്റ്റോക്ക് ചിലപ്പോൾ കയറി വരും. അപ്പോൾ എല്ലാ മൂവിങ് ആവറേജ് എന്ത് ചെയ്യും? കയറി മുകളിലേക്ക് ക്ലോസ് ആവും. മനസ്സിലായോ?
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട, ആഡ് ചെയ്യാം. കാരണം ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നല്ലൊരു വോളിയം ഇവിടെ ബിൽഡപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് വയ്ക്കുക. ഞാൻ എന്തായാലും ഈ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകളപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മൈ മുദ്ര ഫിൻകോർപ്പ്, അത് നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. അടുത്ത സ്റ്റോക്ക് എടുക്കാം, മൈ മുദ്ര ഫിൻകോർപ്പ്. ജസ്റ്റ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. മൈ മുദ്ര ഫിൻകോർപ്പ് ഒരു അടിപൊളി സ്റ്റോക്കാണ്, പക്ഷേ ചെറിയൊരു കമ്പനിയാണ്, ഈ ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികം മൂവിങ് ആവറേജ് ഒന്നും ഇതിനകത്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഔട്ട് ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ എടുക്കുമ്പോൾ ലാസ്റ്റ് രണ്ട് ട്രേഡിംഗ് ഡേയിലേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ വോളിയം വന്നിട്ട് ഇവിടെ കാണാം. കാരണം നല്ല രീതിയിൽ നല്ല ബിഗ് ആയിട്ടുള്ള വോളിയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാൻഡിലിൻ്റെ പവർ കണ്ടോ, 2 മർവോസ് വലിയ ക്യാൻഡിൽസാണ് ഫോം ആയിരിക്കുന്നത്. സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി അതിലില്ല, കംപ്ലീറ്റ് ബയേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ 108 ലെവലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് കിടക്കുന്നത്. 100 അബോവ് സ്റ്റോക്കിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കാണിത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് കണ്ടോ, ഈ ഒരു ലെവലിൽ കൺസോൾഡേറ്റ് നിൽക്കുന്ന ഈ സ്റ്റോക്ക് കണ്ടോ. അതായത് ഈ സ്റ്റോക്ക് ഒരു പ്രാവശ്യം മുകളിൽ പോയി ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നടന്നില്ല, തിരിച്ച് നല്ല രീതിയിൽ താഴെ വന്നു, വീണ്ടും ഈ ലെവലിൽ വന്നു, താഴെ വന്നു. അതിനുശേഷം നല്ല വോളിയത്തോട് ഈ സ്റ്റോക്ക് ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മൈ മുദ്ര ഫിൻകോർപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ കൂടി ഇത് അതിൻ്റെ ലിസ്റ്റ് ചെയ്ത പ്രൈസിന് മുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലാണ് കുറച്ച് സേഫ് എൻട്രി ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റ് ചെയ്ത പ്രൈസിൻ്റെ തൊട്ടടുത്ത് ഈ പ്രൈസ് എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പലപ്പോഴായിട്ട് നമ്മുടെ IPO അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് ചെയ്ത പ്രൈസ് കണ്ടോ, ഈ ഒരു ലിസ്റ്റ് ചെയ്ത പ്രൈസ് കണ്ടോ ഇവിടെ, ഇതാണ് ലിസ്റ്റ് ചെയ്ത പ്രൈസ്. അതെനിക്ക് തോന്നുന്നത് ലിസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 120 രൂപയുടെ അടുപ്പിച്ചാണ് ലിസ്റ്റ് ചെയ്തത്. ഈ ലിസ്റ്റ് ചെയ്ത പ്രൈസിൻ്റെ മുകളിലേക്ക് പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ മൈ മുദ്ര എന്ന് പറയുന്ന ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനി എൻ്റർ എടുത്താൽ മതി. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടുന്ന് സെല്ല് ചെയ്ത് ഈ സ്റ്റോക്കിനെ വീണ്ടും കൊണ്ടുപോകും, പിന്നെ അവർ അടിച്ചിട്ടേ പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത വാച്ച് ലിസ്റ്റിൽ അടുത്ത സ്റ്റോക്ക് നോക്കാം. ഗുജറാത്ത് പിപ്പവ് പോർട്ട് ലിമിറ്റഡ് എന്താണ് പറയുന്നത് നോക്കാം. ഇങ്ങനെ ഓരോ സ്റ്റോക്കുകളും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എടുത്ത് നോക്കണം കേട്ടോ. കാരണം ഇത് നല്ല രീതിയിൽ ഡെലിവറി ക്വാണ്ടിറ്റി വന്ന സ്റ്റോക്കാണ് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. ഇതൊരു നല്ല സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ സ്റ്റോക്ക് ഇപ്പോൾ 200 EMA ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ, മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. എങ്കിൽ കൂടി ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ സ്റ്റോക്ക് എന്താ സംഭവിച്ചത്, ഇതുപോലെ ഒന്ന് കയറിയപ്പോഴാണ് ഈ സ്റ്റോക്ക് ഇതുപോലെ ഒരു വലിയ റാലി നടത്തിയത്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഇതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ഈ 200 EMA അടിയിൽ വന്ന സ്റ്റോക്കാണ്. ഒരു ട്രെൻഡ് ഡൗൺ ആയപ്പോൾ കണ്ടോ, ട്രെൻഡ് ഡൗൺ ആയപ്പോൾ താഴെ വന്നാണ്. അതിനുശേഷം ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ഹിസ്റ്ററി എന്താ പറയുന്നത്, താഴെ വന്ന് ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, മുകളിലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, നല്ല റാലി നടത്തി. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കുന്നത്. നോക്കുക നിങ്ങൾ, വീണ്ടും താഴെ വന്നു ഈ സ്റ്റോക്ക്, താഴെ വന്നിട്ട് എന്ത് സംഭവിച്ചു, വീണ്ടും ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, തിരിച്ച് കയറി വീണ്ടും ഇനി റാലി നടത്താനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് നേരെ പോയി നമ്മുടെ എല്ലാ മൂവിങ് ആവറേജ് 20, അതായത് നമ്മുടെ ഈ വെള്ള മൂവിങ് ആവറേജ് 20 EMA മുകളിലേക്ക് എപ്പോഴാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അപ്പം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും ഷോർട്ടായിട്ടുള്ള ട്രെൻഡിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലോസ് വളരെയധികം ലിമിറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നല്ല ഡെലിവറി ക്വാണ്ടിറ്റി വരുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ വോളിയം കണ്ടോ നിങ്ങൾ, നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻറ്റ് ഉണ്ട് ഈ സ്റ്റോക്കിൽ. കണ്ടോ, നല്ല രീതിയിൽ ഗ്രീൻ ബാറുകൾ വന്നിരിക്കുന്നുണ്ടോ, ഈ ഏരിയയിൽ നല്ല രീതിയിൽ ഗ്രീൻ ബാർ വന്നിരിക്കുന്നുണ്ടോ, ആ ഏരിയയിൽ നിന്നൊക്കെ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ റിട്ടേൺ നൽകി മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് വന്നപ്പോൾ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒന്നും വോളിയോ ഇല്ല, താഴേക്ക് വന്നപ്പോൾ ഒന്നും വോളിയോ ഇല്ല, റീറ്റെയിൽ വോളിയോ ഒന്നും അവിടെ ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോഴും ഹോൾഡ് ചെയ്യാണ്. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, ഈ ഏരിയയിൽ വന്നു 200 EMA ടച്ച് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരിച്ചു വന്നു, അവർ ബൈ ചെയ്യാൻ തുടങ്ങി. കണ്ടോ, 200 EMA മുകളിലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ കണ്ടോ, വീണ്ടും നമ്മുടെ വലിയ ഗ്രീൻ ബാറുകളിൽ വരാൻ തുടങ്ങി. സ്റ്റോക്ക് എന്ത് ചെയ്തു, നമ്മുടെ വോളിയം EMA കട്ട് ചെയ്ത് വീണ്ടും നല്ല ബിഗ് ആയിട്ടുള്ള വോളിയം ബാറുകൾ വരാൻ തുടങ്ങി. സ്റ്റോക്ക് വീണ്ടും കയറാനുള്ള ചാൻസ് അവിടെ കാണിച്ചു തുടങ്ങി. മനസ്സിലായില്ലേ? കാണിച്ചു തുടങ്ങി. നമുക്കിനി കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റോക്ക് എടുക്കുക. ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് AENOX ഡിജിറ്റൽ ടെക്നോളജി ലിമിറ്റഡ്. ഓക്കെ, AENOX AEONX, എൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, നിങ്ങൾ നോക്കാം. ജസ്റ്റ് ഞാനിത് ആഡ് ചെയ്യാം. ഇതൊരു നല്ല സ്റ്റോക്കാണ്. പക്ഷേ നമുക്ക് അത്രയധികം ലിസ്റ്റ് ചെയ്തിട്ട് അത്രയധികം നാളായിട്ടുള്ള 2024 ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണെന്ന് തോന്നുന്നു. എങ്കിൽ കൂടി ഇതിന് 2 EMA നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ജസ്റ്റ് ഒരു EMAയിൽ നമുക്ക് നോക്കാൻ കാണാം, ജസ്റ്റ് ഒരു കട്ടിങ് കാണുന്നിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് കാണുന്നിട്ടേ ഉള്ളൂ. ഈ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കുമ്പോൾ കാണാം, ഏറ്റവും കൂടുതൽ റെഡ് ബാറിനേക്കാളും കൂടുതൽ മുകളിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടോ, ഇവിടെയൊക്കെ ഗ്രീൻ ബാറാണ്, ഇവിടെയൊക്കെ ഗ്രീൻ ബാറാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ വോളിയം ബാർ വന്നിരിക്കുന്നതൊക്കെ ഗ്രീൻ ബാറുകളാണ്. കേട്ടോ, ഗ്രീൻ ബാറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ എന്ത് സംബന്ധിച്ച് ഡെലിവറി ക്വാണ്ടിറ്റി കൂടി വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ AENOX ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അധികം ലിസ്റ്റ് ചെയ്യാത്ത, ഇത് ഈ ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി കൂടി നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. കാരണം മാക്സിമം എല്ലാ മൂവിങ് ആവറേജ് ഉള്ള കമ്പനികൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വിൻസീസ് IT സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്, IT സർവീസ് ഇന്ത്യ ലിമിറ്റഡ്, അത് തന്നെ
വിൻസീസ്. അതെന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റോക്കുകളാട്ടോ. ഈ ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. അതിനുശേഷം ഈ സ്റ്റോക്കുകൾ കണ്ടില്ലേ, ഒരു ലിസ്റ്റ് ചെയ്തു, അതിനുശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തു, ഇവിടെ ലിസ്റ്റിംഗ് നടന്നു, അതിനുശേഷം സ്റ്റോക്ക് ഒന്ന് മുകളിൽ പോയി, അതിനുശേഷം താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് പോയിട്ട് സൈഡ് വേസ് ആണ് ഇപ്പോൾ ഈ സ്റ്റോക്ക്, കംപ്ലീറ്റ് സൈഡ് വേസ് ആണ് ഈ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഈ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ മൂവിങ് ആവറേജ് 2 മൂവിങ് ആവറേജിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡെലിവറി ക്വാണ്ടിറ്റി നടന്നുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമ്മുടെ ലിസ്റ്റിൽ വന്നത്. കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ ഡെലിവറി ക്വാണ്ടിറ്റി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, 2 മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾ മനസ്സിലായോ? ഇതൊരു പ്രോ സെലക്ഷൻ മെത്തേഡാണ്, സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് കേട്ടോ. വളരെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പ്രിഫർ ചെയ്യുന്ന തരം സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണ്, ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ മെത്തേഡ് കേട്ടോ. അതുപോലെ ഇനി അടുത്ത സ്റ്റോക്ക്, ഈ സ്റ്റോക്ക് നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്ത്, ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊന്നും ബൈസൈക്കിൾ റെക്കമെൻഡേഷൻ എടുക്കരുത്. അടുത്ത ലാസ്റ്റ് സ്റ്റോക്കാണ് ബഡോദര ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ആ സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് സ്റ്റോക്കാണ്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇതും ചെറിയ കമ്പനിയാണ് കേട്ടോ. ചെറിയ കമ്പനി എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം, ഇത് വീക്ക്ലി ടൈം ഫ്രെയിം ആട്ടോ നമ്മളിട്ട്, സോറി, ഇത് ശരിക്കും നമുക്ക് ഡേ ടൈം ഫ്രെയിം വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കട്ടെ. ഈ സ്റ്റോക്കും നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ചെറിയ ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ലെങ്കിൽ കൂടി ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്, അതിനുശേഷം സ്റ്റോക്ക് ഒന്ന് താഴെ വന്നു. അപ്പോൾ ബയേഴ്സ് എന്ത് ചെയ്തു, സ്റ്റോക്കിനെ പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകാൻ പോയി. അതിനുശേഷം നല്ല സെല്ലിംഗ് വന്നു, സ്റ്റോക്ക് നല്ല രീതിയിൽ എന്ത് പറ്റി, വീണ്ടും തിരിച്ച് കയറി. അതിനുശേഷം നല്ല രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈ ചെയ്ത ഏരിയയുടെ മുകളിലേക്ക് ഇവർക്ക് ക്ലോസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സെല്ലിംഗ് വോളിയം അല്ല, നല്ല രീതിയിൽ ബയ്യിങ് വോളിയത്തോടുകൂടി സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, നല്ല ബയ്യിങ് പവറുള്ള ഒരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ബയ്യിങ് വോളിയം വരുമ്പോഴൊക്കെ നല്ല ബയ്യിങ് ക്യാൻഡിൽസ്, അതായത് വോളിയം ക്യാൻഡിൽസ് ആണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ആദ്യത്തെ നമ്മളെടുത്ത ലിസ്റ്റിൽ 1-2 സ്റ്റോക്കുകൾ നമ്മൾ മിസ്സായിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹൈടെക്, ഗുജറാത്ത് കോപ്പർ, ഇതെല്ലാം മറ്റേൽ വന്നാൽ കേട്ടോ. നമ്മൾ മറ്റേൽ എടുത്ത സ്റ്റോക്കുകൾ ഇതെല്ലാം ഈ ഒരു ലിസ്റ്റിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്, ഒരു പ്രോ ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണ് ശരിക്കും പറഞ്ഞിട്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് തലേദിവസം ഞാൻ എന്ത് ചെയ്യുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 3 മൂവിങ് ആവറേജസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. 3 അല്ല 4 മൂവിങ് ആവറേജ് ഉണ്ട്. മൂവിങ് ആവറേജ് റിബൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 4 മൂവിങ് ആവറേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 4 മൂവിങ് ആവറേജിന് എന്ത് ചെയ്യാം, 4 കളർ വീതം കൊടുക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. യെല്ലോ, ബ്ലാക്ക്, പിന്നെ ഗ്രീൻ, അങ്ങനെ പല പല കളറുകൾ കൊടുത്ത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. 20, 50, 100, 200 EMA ആണ് മാക്സിമം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കാണിച്ചു തരാം. സോളാരിയം എന്ന് പറഞ്ഞ സ്റ്റോക്ക്, അത് ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. നോട്ടെ, സൈഡസ് ലൈഫ് നോക്കാം. സൈഡസ് ലൈഫ് കുറച്ചൊരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ് കേട്ടോ. ഈ ഒരു സ്റ്റോക്കാണ് നിങ്ങൾ, ഈ സ്റ്റോക്കൊക്കെ ഞാൻ ഇവിടെ പിക്ക് ചെയ്തത് ഈ ഒരു ഏരിയ എന്നാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഞാൻ പിക്ക് ചെയ്താണ്. ഇവിടെ ഈ ഏരിയയിൽ വന്നപ്പോഴാണ് ഞാൻ പിക്ക് ചെയ്തത്. ഇവിടെ കാണാം, ഇത് 20 EMAയുടെ മുകളിലാണ് ട്രേഡ് എടുക്കുന്നത്. 50 EMA അതിൻ്റെ താഴെയാണ്, 150 അതിൻ്റെ താഴെയാണ്, 200 ഏറ്റവും അടിയിലാണ്. കണ്ടോ, ഇവിടെ എല്ലാവരും ട്രെൻഡുകളൊക്കെ അപ്പായി സ്റ്റോക്ക് എന്ത് ചെയ്തൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ സ്റ്റോക്ക് മുകളിൽ കയറിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് എൻട്രി എടുത്തത്. കണ്ടോ, ഞാൻ സെലക്ട് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. അതുപോലെ GVH ഇൻഫ്ര, ഇത് വേണ്ട കേട്ടോ, ഇത് അപ് ട്രെൻഡ് അടിച്ച് പോകുന്ന സ്റ്റോക്കാണ്, ഇതിലെടുക്കണ്ട. ഹിന്ദു കോപ്പർ, ഇത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. സോളാരിയം, ട്രാൻസ് വേൾഡ്, നോട്ടെ, അത് ഡൗൺ ട്രെൻഡ്, അത് വേണ്ട, ആ സ്റ്റോക്ക് എടുക്കണ്ട. ശാരിക, അതൊരു പെന്നി സ്റ്റോക്കാണ്. യാഷോ, അതും അത്ര പോരാ, ഡൗൺ ട്രെൻഡാണ്. ഇതൊക്കെ ഡൗൺ ട്രെൻഡാണ്. ഞാൻ എൻ്റെ മറ്റേ ലിസ്റ്റിലേക്ക് വരാം, എൻ്റെ ഓവറോൾ ലിസ്റ്റ് വരാം. വോളിയം സ്പൈക്ക് 8 സെപ്റ്റംബർ ഞാൻ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. നെസ്കോ എടുത്ത് വെച്ചിട്ടുണ്ട്. നെസ്കോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നെസ്കോ കണ്ടോ, ഇത് കണ്ടോ. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ്, എന്താ പറയുക, ട്രേഡ്. ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, മനസ്സിലായേ? ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇതിപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ കണ്ടോ, എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് എടുക്കുന്നത്. കണ്ടോ, ഇതാണ് ദിസ് ഈസ് ദ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, ഇങ്ങനെ സ്റ്റോക്കുകൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തരംതിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കംപ്ലീറ്റ് തരംതിരിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കാണിച്ചാണ്. ഇതിൽ 20, 50, 100, 200 കണ്ടോ, ഈ മൂവിങ് ആവറേജ് എല്ലാം ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അതിനിടയ്ക്ക് പോയി ഒരു മൂവിങ് ആവറേജ് കയറി ഇങ്ങനെ പോയിരുന്നു, ഇങ്ങനെ വന്നിട്ടില്ല, ഇങ്ങനെ കയറിയിട്ടില്ല, ഇങ്ങനെ വന്നിട്ടില്ല. അതായത് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഒന്നും ഇടയ്ക്കൊന്നും മാറിയിട്ടില്ല. സ്റ്റോക്ക് ഒരു എന്ത് ചെയ്യാണ്, ഒരു ക്ലീൻ അപ് ട്രെൻഡിൽ ഒരു ഹൈ ഫോർമേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. കണ്ടോ, ആ ക്ലീൻ ഫോർമേഷൻ ഒരു മാറ്റം സംഭവിച്ചില്ല കുറേ നാളുകളായിട്ട്. കാരണം ജൂൺ തുടങ്ങി ഒരു മാറ്റം സംഭവിച്ചില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ മൂവിങ് ആവറേജും ഇങ്ങനെ സ്ലോപ്പ് അപ്പായിട്ട് കാണിക്കുന്നത്, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഒരു മൂവിങ് ആവറേജ് ഇങ്ങനെ പോകുമ്പോൾ അടുത്ത മൂവിങ് ആവറേജ് ഇങ്ങനെ പോകും, അടുത്ത മൂവിങ് ആവറേജ് ഇങ്ങനെ പോകും, അടുത്ത മൂവിങ് ആവറേജ് ഇങ്ങനെ പോകും, മനസ്സിലായില്ലേ? ഈ സ്റ്റോക്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഈ സ്റ്റോക്കിൽ കണ്ടില്ലേ, അതിൻ്റെ ട്രെൻഡ് പെർഫെക്റ്റ് അപ്പാന്ന് കാണിക്കുന്നതാണ് ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ എന്താ പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഈ മൂവിങ് ആവറേജ് 20നെ ടച്ച് ചെയ്യുന്നുണ്ടോ അപ്പോഴേക്ക് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, റീബൗണ്ട് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ട്. കേട്ടോ, ഇനി ഈ സ്റ്റോക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നതല്ല. അതുപോലെ തന്നെ ബിർള മണി കണ്ടോ,
ഈ സ്റ്റോക്ക് പറ്റില്ല, ഇത് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയയിൽ വരുന്ന സ്റ്റോക്കല്ല, കാരണം സൈഡ് വേസ് കാണാം. ഈ സ്റ്റോക്ക് ഓക്കെയാണ്. കണ്ടോ ഈ സ്റ്റോക്കിൽ എന്താ സംഭവിക്കണേ? സോറി കേട്ടോ. ഈ സ്റ്റോക്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു കണ്ട അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ 20, 50, 100, 200 എല്ലാം ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ ഈ ഒരു ഏരിയ, ഇവിടെ ഒരു ഏരിയ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഏരിയയിൽ കണ്ടോ കംപ്ലീറ്റ് ഒരു ഇടയ്ക്ക് വന്നൊരു മൂവിങ് ആവറേജ് ഇങ്ങനെ കെട്ട് പിണയാതെ കണ്ടോ ഇങ്ങനെ വരാതെ നേരെ നമുക്ക് കിട്ടി ഇവിടെ. അതിന് മുമ്പ് ഇവിടെ ഒരു കെട്ട് വീണിട്ടുണ്ട് കണ്ടോ ഈ മൂവിങ്. അതിന് ശേഷം ഈ ഒരു ഏരിയയ്ക്ക് ശേഷം ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അങ്ങ് മാറി കംപ്ലീറ്റ് അപ് ട്രെൻഡിലേക്ക് പോയി. സ്റ്റോക്ക് കംപ്ലീറ്റ് അപ് ട്രെൻഡിലേക്ക് പോയി. സ്റ്റോക്ക് ഇങ്ങനെയാണ് കയറി പോവുകയാണ്. ഇനി എന്ത് ചെയ്യാം? ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ എവിടെയാണ്? ഇത് 200 EMA അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അല്ലാണ്ട് കയറി എൻട്രി എടുത്താൽ ചിലപ്പോൾ നമ്മൾ ഹയർ ടോപ്പ് പൊസിഷനിൽ പോയി എൻട്രി എടുത്ത് നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഏതാണ് സ്റ്റോക്ക്? പ്രിസം ക്യാം ഷാഫ്റ്റ്. ഇത് ഓക്കെ അല്ല, കാരണം ഇത് ഇപ്പോൾ നമുക്ക് വന്നിട്ടില്ല. അദാനി സോളാർ എനർജി, അദാനി ഇതും ഡൗൺ ട്രെൻഡാണ്. ടൊറൻറ്റ് ഫാർമയൊക്കെ എപ്പോഴും കൺസിഡർ ചെയ്യണം. ടൊറൻറ്റ് ഫാർമ ഓക്കെയാണ്. ഇപ്പോൾ അത് ഒരു ട്രെൻഡ് ജസ്റ്റ് ഡൗൺ ആയിട്ട് 50 EMA സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എങ്ങനെ കൺസിഡർ ചെയ്യാം? അതിൻ്റെ അടുത്ത സപ്പോർട്ട് ഏതാണെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ നോക്കാം. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ട് ഈ സ്റ്റോക്ക്. ഈ സപ്പോർട്ട് ലെവലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ആ സ്റ്റോക്കിന് അതിൻ്റെ കൂടെ തന്നെ ഇതിന് 50 മൂവിങ് ആവറേജസിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ട് കണ്ടോ. അപ്പോൾ 2 പ്രോബബിലിറ്റി ആയില്ലേ. അതിനിടയ്ക്ക് പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ ഏരിയയിൽ എവിടെയെങ്കിലും വോളിയം വന്നിട്ട് നോക്കുക. ബിഗ് ആയിട്ടുള്ള വോളിയം ഉണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഏരിയ വോളിയം വന്നിട്ടുണ്ട്, സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡ് പോയി. അതിനുശേഷം വോളിയത്തിലൊരു ഡ്രോപ്പ് വന്നു, സ്റ്റോക്ക് എന്ത് ചെയ്തു? താഴെ വന്നു. പിന്നെ ഇനി നല്ലൊരു വോളിയം ബാർ കൂടെ വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? എൻട്രി കൺസിഡർ ചെയ്താൽ മതി. അല്ലാണ്ട് കയറി തല വയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു പ്രോ ടൈപ്പ് സെലക്ഷൻ മെത്തേഡാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനി കഴിഞ്ഞ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ മാക്സിമം ഒരു 10-300 ലൈക്ക് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷേ എനിക്ക് ഈ വീഡിയോയിൽ മാക്സിമം 300 ലൈക്ക് എങ്ങനെ മിനിമം കിട്ടണം. മാക്സിമം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ലൈക്ക് വേണമെങ്കിൽ അടിച്ചോ. മാക്സിമം 300 ലൈക്കാനും കിട്ടുവാണെങ്കിൽ ഞാനൊരു ഒരു സീക്രട്ട് ടെക്നിക്ക് കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടിലാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ ടെക്നിക്കുകളും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കരുതുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.